ഇസ്രായേലിന് നേരെ ഇറാൻ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുമ്പോൾ അവിടെ മറു സൈഡിൽ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ ആകട്ടെ ബാലിസ്റ്റിക് മിസൈലുകൾ അവിടെ തൊടുത്തുവിടുകയും പുലർച്ചെയാകട്ടെ ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്കിൽ മാരകമായ മിസൈൽ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും എന്നാൽ മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇതിന് മറുപടിയായി തന്നെ മാരക ആക്രമണമാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത്. അതിനായിട്ടാണ് ഇപ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിൽ 5 ദിവസത്തെ ഒരു സമയപരിധി നീട്ടി നൽകുന്നു എന്ന ഒരു വ്യാജ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത്. ഇത് ഈ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ ഇറാനെ ഭസ്മമാക്കാൻ പാകത്തിനുള്ള ആയുധങ്ങൾ സജ്ജമാക്കുക എന്നതാണ് ഇവിടെ ഈ ഒരു റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള മറ്റൊരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേന കണ്ടെത്തുകയും 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് 4ാമത്തെ തവണയാണ് ഇത്തരമൊരു ആക്രമണം നടത്തുന്നതെന്നും IDF വ്യക്തമാക്കുകയാണ്. വരും മിനിറ്റുകളിൽ, അതായത് വരും മണിക്കൂറിൽ തന്നെ മധ്യ ഇസ്രായേലിലും ജെറുസലേം പ്രദേശത്തും വീണ്ടും സൈറനുകൾ മുഴങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തന്നെ ഇവർ എടുത്തു പറയുകയാണ്. IDF പറയുന്നതനുസരിച്ച് കുറഞ്ഞത് ഒരു മിസൈൽ എങ്കിൽ പോലും വ്യോമ പ്രതിരോധ സേന തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. മറ്റൊരു മിസൈൽ തകർക്കാൻ ശ്രമങ്ങൾ നടന്നുവെന്നും എന്നിരുന്നാൽ പോലും അതിന്റെ ഫലങ്ങൾ ഇപ്പോഴും സൈന്യത്തിന്റെ അന്വേഷണ പരിധിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. മിസൈൽ ഭാഗങ്ങൾ അവിടെ ആ പ്രദേശങ്ങളിൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മധ്യ ഇസ്രായേലിലും ജെറുസലേം പ്രദേശത്തും വെസ്റ്റ് ബാങ്കിലും ഡ്രോണുകൾ മുഴങ്ങിക്കേൾക്കുന്നതായി, അതേപോലെ തന്നെ ഇസ്രായേലിലും ജെറുസലേം പ്രദേശത്തും വെസ്റ്റ് ബാങ്കിലും സൈറനുകൾ മുഴങ്ങിക്കേൾക്കുന്നതായും വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം ഇറാനിലെ യുദ്ധ ലക്ഷ്യത്തിന് അടുത്തെത്തിയെന്ന് അമേരിക്ക അതായത് യുദ്ധ ലക്ഷ്യത്തിൽ നിന്നും അവർ അടുത്തെത്തി എന്നതാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. യുദ്ധം ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നും സമാധാന ചർച്ച നടക്കുന്നുവെന്നും സമ്മതിക്കാൻ ഇറാൻ നേതാക്കൾക്ക് ഭയമാണ് എന്നതായിരുന്നു ട്രംപ് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. ഇറാന് യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെന്നും അവർ അതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഒരു കരാർ ഉണ്ടാക്കാൻ അവർ വളരെ ആഗ്രഹിക്കുന്നു. പക്ഷേ സ്വന്തം ജനതയാൽ കൊല്ലപ്പെടുമെന്ന് കരുതിയതിനാൽ തന്നെ അത് തുറന്നു പറയുവാനും അമേരിക്കൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെടുമെന്നും ഇറാൻ നേതാക്കൾ ഭയപ്പെടുന്നുണ്ട് എന്നതാണ് ഇവിടെ ട്രംപ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം. നിലവിലെ യാഥാർത്ഥ്യം ഇറാൻ അംഗീകരിക്കുന്നില്ല എന്നും അവർക്ക് മുൻപൊരിക്കൽ പോലും നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്ര കഠിനമായ ആഘാതം ഇവിടെ നേരിടേണ്ടി വരുമെന്നതാണ് ഇപ്പോൾ ഇതിനോടായി തന്നെ പ്രതികരിച്ചുകൊണ്ട് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ വാദങ്ങൾ തള്ളുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. സ്വയം പ്രതിരോധിക്കുന്നതിന് അത് തുടരുമെന്നും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇത് വ്യക്തമാക്കുന്നത്. നിലവിൽ പ്രതിരോധത്തിന്റെ തുടർച്ചയായാണ് ഞങ്ങളുടെ നയം എന്നതാണ് അരാക്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക ഇപ്പോൾ ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്നത് പരാജയം സമ്മതിക്കലാണ്. ഇറാൻ മുന്നോട്ട് വെച്ച 5 നിബന്ധനകൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് വിദേശകാര്യമന്ത്രി അവിടെ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ F-18 പോർ വിമാനത്തെ ആക്രമിച്ചെന്ന് ഇറാൻ പറയുകയും അമേരിക്കയുടെ അത്യാധുനിക F-18 യുദ്ധവിമാനം തങ്ങൾ വിജയകരമായി തന്നെ ലക്ഷ്യം വെച്ചതായും വെടിവെച്ചിട്ടതായും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഇവിടെ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.